പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടുകൂടി 2026 നിങ്ങൾ കയറി എന്ന് എനിക്കറിയാം. ഒത്തിരി വാഗ്ദത്ത വചനങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ദൈവശബ്ദം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. 2026 ഫേവറുകൾ നിങ്ങൾ വെളിപ്പെടുന്ന വർഷമായി തീരട്ടെ. ഈ ദിവസം അങ്ങനെ ഫേവറുകളുമായി നിങ്ങൾ കൂട്ടിമുട്ടും. ദൈവത്തിനെന്തോ ചിലരോടൊരു പ്രത്യേക പ്രീതി തോന്നുകയാണ്. മറ്റാരോടുമില്ലാത്തതെന്തോ നിങ്ങളോട് തോന്നാൻ പോവുകയാണ്. അങ്ങനെ ഫേവറുകൾ വെളിപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ ഇന്നുവരെ കേട്ട ദൈവശബ്ദങ്ങൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങും. ഒരു തലമുറ മുഴുവനും അടിമകളായി കിടക്കുമ്പോൾ ഒരു രാത്രിയിൽ ദൈവം പറഞ്ഞ് എനിക്കെന്തോ ഇവരോട് കൃപ തോന്നുകയാണ്. 9 ബാധകൾ കഴിഞ്ഞിട്ടും ഫറവോൻ അവരെ വിടുന്നില്ല. പക്ഷേ 9ാമത്തെ ബാധ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു എനിക്ക് കൃപ തോന്നുകയാണ്, എനിക്ക് ഫേവർ തോന്നുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ജനം പുറപ്പെടാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ മിസ്രൈമിനെ കൊള്ളയിടാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി നിന്നു, ദൈവത്തിൻ്റെ ഫേവർ ഇറങ്ങി നിന്നു. പറഞ്ഞവൻ പറഞ്ഞത് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന രാത്രിയായിരുന്നു ഫേവർ വെളിപ്പെട്ട രാത്രി. പ്രിയരെ, വിശ്വസിക്കുക, നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ഫേവർ കർത്താവേ എൻ്റെ മേൽ നിന്ന് വെളിപ്പെടണമേ. ദൈവമേ, നിനക്ക് എന്നോടൊന്ന് പ്രീതി തോന്നണമേ. നാളുകളായി ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിളുകളുടെ നടുവിൽ അങ്ങയുടെ കൃപ അധികമായി എൻ്റെ മേൽ ഒന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഈ ദിവസങ്ങൾ അങ്ങനെ ഒരു പ്രീതി ദൈവത്തിന് നിന്നോട് തോന്നുവാൻ പോവുകയാണ്. ഈ ഒരു വാക്യം വേദപുസ്തകത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് പുറപ്പാട് പുസ്തകം 12ാം അധ്യായം അതിൻ്റെ 1ാമത് വാക്യമാണ്. യഹോവ മോശയോടും അഹരോനോടും മിസ്രൈം ദേശത്ത് വെച്ച് അരുളി ചെയ്തതെന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായ ആണ്ടിൽ 1ാം മാസം ആയിരിക്കണം. അതായത് ആബീബ് മാസമാണ് പ്രിയരെ ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെട്ടത്. അതായത് യഹൂദന് 7ാം മാസമാണ് ആബീബ് മാസം. പക്ഷെ ദൈവം പറഞ്ഞു, എൻ്റെ ഫേവർ വെളിപ്പെട്ട ഈ മാസം, നിങ്ങൾ പുറപ്പെട്ട ഈ മാസം നിങ്ങൾക്കിനി 7ാം മാസമല്ല, നിങ്ങൾക്കിനി ഇന്നു മുതൽ 1ാം മാസമായിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ ഇന്നലെ വരെയുള്ള കലണ്ടറുകളെ മുഴുവനും തമ്പുരാൻ കീറുകയാണ്. എവിടെയോ ഒരു പുതിയ തുടക്കത്തിലേക്ക്. ഇനി പഴയത് വേണ്ട, പുതിയ തുടക്കം. കലണ്ടറുകളെപ്പോലും ചേഞ്ച് ചെയ്യുന്ന, ഡേറ്റുകളെപ്പോലും ചേഞ്ച് ചെയ്യുന്ന, ഇന്നലകളുടെ നഷ്ടങ്ങളെ വർഷങ്ങളും ദുരിതങ്ങളെ വർഷങ്ങളെയും മറന്നു കളയുന്ന ഒരു പുതിയ തുടക്കം. ഫേവർ വെളിപ്പെട്ടാൽ എവിടെയോ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നൊരു പുതിയ തുടക്കത്തിലേക്ക് കർത്താവ് നിങ്ങളെ ചലിപ്പിക്കും. പ്രിയരെ, 10ാം തലമുറ പോലും ദൈവസന്നിധി പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് മാറ്റിയിട്ട 2 സമൂഹമാണ് അമ്മോന്യരും മോവാബ്യരും. അതിൻ്റെ നടുവിൽ നിന്ന് ഒരു പെൺകുട്ടി മാത്രം, അതായത് രൂത്ത്, കർത്താവിനെ കയറി പിടിച്ചു. ദൈവത്തിന് അവളോട് ഫേവർ തോന്നി. അവൾ പിന്നത്തേതിൽ യേശു കർത്താവിൻ്റെ വല്യമ്മച്ചിയുടെ സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു. എൻ്റെ ഉള്ളമെന്നോട് പറയുന്നു, ഇതുവരെ ദുരിതത്തിലായിരുന്നു, ഇതുവരെ പ്രതിസന്ധിയായിരുന്നു, ഇതുവരെ വാഗ്ദത്തങ്ങൾ മാത്രമേ കയ്യിലുള്ളായിരുന്നു. പക്ഷെ ഫേവർ വെളിപ്പെട്ടാൽ ഇന്നലെ വരെ നടക്കാത്തതെല്ലാം ഒരുമിച്ച് അനുകൂലമായി മാറാൻ പോവുകയാണ്. നീ പലയിടത്ത് കയറി ചെന്നു, പലരും നിന്നെ ആട്ടി പുറത്താക്കി, പല ഫയലുകൾ നീക്കി, ആരും അതിലൊന്നും സൈൻ ചെയ്തില്ല, പല ബാങ്കുകൾ കയറി ഇറങ്ങി, പല വാതിലുകൾ മുട്ടി, എല്ലാം അടഞ്ഞു. പക്ഷെ ഫേവർ വെളിപ്പെട്ടാൽ എല്ലാം ഒരുമിച്ച് അനുകൂലമായി തിരിയാൻ പോവുകയാണ്. ആ തിരിയുന്നതിൻ്റെ പിന്നിലെ കാരണം ദൈവം നിനക്ക് അനുകൂലമായത് കൊണ്ടാണ്. 2026 ദൈവം അനുകൂലമായി ഇറങ്ങുന്ന വർഷം. ഇത് ഡിവൈൻ ഫേവറുകൾ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന വർഷം. വിശ്വസിക്കുക, ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക, ഫേവറുകൾക്കായി കാത്തിരിക്കുക. ഈ ദിവസങ്ങൾ നിങ്ങളത് കാണും. ഗോഡ് ബ്ലസ് യു.